അപ്പോൾ ഒട്ടും സമയങ്ങളെ നമുക്ക് ആ മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാല്ലേ. ആദ്യമായിട്ട് നമ്പർ 1 TS കല്യാണരാമൻ. കല്യാൺ ജ്വല്ലറി, കല്യാൺ ഡെവലപ്പേഴ്സ് എന്നീ സംരംഭങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള കല്യാൺ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള TS കല്യാണരാമനാണ് പ്രൈവറ്റ് ജെറ്റുകളും ഹെലികോപ്റ്ററുകളും സ്വന്തമായിട്ടുള്ള മലയാളികളുടെ ആദ്യത്തെ ആളെന്ന് പറയുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ പ്രൈവറ്റ് ജെറ്റിന്റെ ഉടമയും കല്യാണരാമനാണ്. എംപറർ ഫെനം 100, എംപറർ ലെഗസി 650 എന്നീ പ്രൈവറ്റ് ജെറ്റുകളും ഒരു ബെൽ 427 ഹെലികോപ്റ്ററുമാണ് കല്യാണരാമൻ ആകാശയാത്രകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആ പ്രൈവറ്റ് വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 2012 കല്യാണരാമൻ തന്റെ ആദ്യ പ്രൈവറ്റ് ജെറ്റായിട്ടുള്ള എംബ്രയർ ഫെനോം 100 വാങ്ങിയത്. ബ്രസീലിയൻ വിമാന നിർമ്മാതാക്കളായിട്ടുള്ള എംബ്രയർ വികസിപ്പിച്ചെടുത്ത ഒരു ലൈറ്റ് ബിസിനസ് ജെറ്റാണ് എംബ്രയർ ഫെനോം 100. 2007 ജൂലൈ 26 ഈ വിമാനം ആദ്യമായിട്ട് പറന്നത്. ഈ വിമാനത്തിൽ ഒരേ സമയം 2 പൈലറ്റുമാർ ഉൾപ്പെടെ 7 പേര് ഉൾപ്പെടുന്ന സംഘത്തിന് യാത്ര ചെയ്യാൻ സാധിക്കും. പ്രാറ്റ് ആൻഡ് വിറ്റ്നി കാനഡ PW600 ടർബോ ഫാൻ എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ടാണ് എംബ്രയർ ഫെനോം 100 പ്രവർത്തിക്കുന്നത്. 12.82 മീറ്റർ നീളവും 4.35 മീറ്റർ വീതിയും 12.3 മീറ്റർ വിംഗ് സ്പാനുമുള്ള ഈ വിമാനത്തിന്റെ ഇന്ധനശേഷി 1272 കിലോഗ്രാമാണ്. മണിക്കൂറിൽ പരമാവധി 864 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ വിമാനത്തിന്റെ ശരാശരി വേഗം മണിക്കൂറിൽ 750 കിലോമീറ്ററാണ്. 4 യാത്രക്കാരുമായിട്ട് ഇതിന് 2182 കിലോമീറ്റർ പരമാവധി യാത്ര ചെയ്യാൻ സാധിക്കും. 3.5 മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാൻ ശേഷിയുള്ള ഈ വിമാനത്തിന് 1 മണിക്കൂർ യാത്ര ചെയ്യാൻ 50,000 രൂപ ചെലവാകും. എംബ്രയർ ഫെനോം 100ന്റെ ക്യാബിൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ BME ഡിസൈൻ വർക്ക്സ് ആണ്. സ്വകാര്യ വ്യക്തികൾ, കമ്പനികൾ, ഫ്രാക്ഷനുകൾ, ചാർട്ടേഡ് ഓപ്പറേറ്റേഴ്സ്, എയർക്രാഫ്റ്റ് മാനേജ്മെന്റ് കമ്പനികൾ, സൈനിക ഓപ്പറേറ്റർമാർ എന്നിവരാണ് ഈ വിമാനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കല്യാണരാമൻ 2012 ഈ വിമാനം സ്വന്തമാക്കിയത് 30 കോടിയോളം രൂപയ്ക്കാണ്. ഏറ്റവും പുതിയ വില അനുസരിച്ച് ഈ വിമാനത്തിന് 35 കോടിയോളമാണ് വില എന്ന് പറയുന്നത്. കല്യാണിന്റെ ബിസിനസ് സംരംഭങ്ങൾ വിദേശത്തും വളർന്നതോടെയാണ് കൂടുതൽ സൗകര്യങ്ങളും ശേഷിയുമുള്ള എംപറർ ലെഗസി 650 എന്ന പ്രൈവറ്റ് ജെറ്റ് കല്യാണരാമൻ 2015 സ്വന്തമാക്കിയത്. ബ്രസീലിയൻ വിമാന നിർമ്മാതാക്കളായിട്ടുള്ള എംബ്രയർ വികസിപ്പിച്ചെടുത്തുള്ള എംബ്രയർ ലെഗസി 600 ബിസിനസ് ജെറ്റിന്റെ പിൻഗാമിയാണ് എംപറർ ലെഗസി 650. റോൾസ് റോയ്സ് AE 300 7A2 എഞ്ചിനാണ് എംപറർ ലെഗസി 650 കരുത്തേക്കുന്നത്. 2 പൈലറ്റുമാർ ഉൾപ്പെടുന്ന ക്രൂവിനൊപ്പം 13 പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന സൗകര്യം ഈ വിമാനത്തിലുണ്ട്. 26.33 മീറ്റർ നീളവും 6.66 മീറ്റർ വീതിയും 21.17 മീറ്റർ വിംഗ് സ്പാനുമുള്ള ഈ വിമാനത്തിന്റെ ഇന്ധനശേഷി 9344 കിലോഗ്രാമാണ്. മണിക്കൂറിൽ പരമാവധി 850 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ വിമാനത്തിന്റെ ശരാശരി വേഗം മണിക്കൂറിൽ 829 കിലോമീറ്ററാണ്. ഒറ്റ പറക്കലിൽ 7200 കിലോമീറ്റർ താണ്ടാൻ ശേഷിയുള്ള വിമാനത്തിന് 4 യാത്രക്കാരുമായിട്ട് ഇതിന് 6290 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും. 7.5 മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാനുള്ള ശേഷിയാണ് ഈ വിമാനത്തിലുള്ളത്. കല്യാണരാമൻ 2015 ഈ വിമാനം സ്വന്തമാക്കിയത് 200 കോടിയോളം രൂപയ്ക്കാണ്. ഏറ്റവും പുതിയ വില അനുസരിച്ച് ഈ വിമാനത്തിന് 35 കോടിയോളമാണ് വില. ഏറ്റവും ഒടുവിൽ 250 കോടിയോളം വില ഉണ്ടായിരുന്ന എംപറർ ലെഗസി 650ന്റെ വിൽപ്പന 2020 കമ്പനി അവസാനിപ്പിച്ചു. വിമാനം ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്താൻ വേണ്ടിയിട്ടാണ് കല്യാണരാമൻ ഹെലികോപ്റ്റർ വാങ്ങാൻ തീരുമാനിച്ചത്. അതിനായിട്ട് അമേരിക്കൻ കനേഡിയൻ കമ്പനിയായിട്ടുള്ള ബെൽ ഹെലികോപ്റ്ററും കൊറിയ എയറോസ്പേസ് ഇൻഡസ്ട്രിയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞുള്ള ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററായിട്ടുള്ള ബെൽ 427 ആണ് അദ്ദേഹം വാങ്ങിയത്. 2 പ്രാറ്റ് ആൻഡ് വിറ്റ്നി കാനഡ PW207T ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് ബെൽ 427 ഹെലികോപ്റ്ററിന് കരുത്തേകുന്നത്. ബെൽ 427ൽ 4 ബ്ലേഡ് മെയിൻ റോട്ടർ സിസ്റ്റവും 2 ബ്ലേഡ് ടെയിൽ റോട്ടറുമാണ് ഉപയോഗിക്കുന്നത്. പൈലറ്റ് ഉൾപ്പെടെ 8 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഹെലികോപ്റ്ററിന് 11.43 മീറ്റർ നീളവും 3.20 മീറ്റർ ഉയരമാണ് ഉള്ളത്. മണിക്കൂറിൽ 256 കിലോമീറ്റർ ശരാശരി വേഗതയുള്ള ഈ ഹെലികോപ്റ്ററിൽ പരമാവധി വേഗത മണിക്കൂറിൽ 260 കിലോമീറ്ററാണ്. 730 കിലോമീറ്ററാണ് ബെൽ 427ന്റെ റേഞ്ച്. 1997 ആദ്യമായിട്ട് പറന്ന ഈ ഹെലികോപ്റ്റർ 2000 വിപണിയിൽ എത്തിച്ചത്. 2013 48 കോടി രൂപ മുടക്കിയിട്ടാണ് കല്യാണരാമൻ ബെൽ 427 സ്വന്തമാക്കിയത്. നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് MA യൂസഫ് അലി. MA യൂസഫ് അലി എന്ന മലയാളി ബിസിനസ് പ്രമുഖനെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. ഗൾഫിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായിട്ടുള്ള MK ഗ്രൂപ്പിന്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറാണ് യൂസഫ് അലി. 2 പ്രൈവറ്റ് ജെറ്റുകളും 1 ഹെലികോപ്റ്ററുമാണ് MA യൂസഫ് അലി സ്വന്തമാക്കിയിട്ടുള്ളത്. എംപറർ ലെഗസി 650, ഗൾഫ് സ്ട്രീം G550 എന്നീ പ്രൈവറ്റ് ജെറ്റുകളും അഗസ്റ്റ വെറ്റ്ലാൻഡ്
AW109 ഹെലികോപ്റ്ററുമാണ് അവ. യൂസഫ് അലി ആദ്യമായിട്ട് സ്വന്തമാക്കിയ പ്രൈവറ്റ് ജെറ്റ് എംബറർ ലെഗസി 650 ആണ്. 2014 അദ്ദേഹം 150 കോടി രൂപ ചെലവഴിച്ചിട്ട് അത് സ്വന്തമാക്കിയത്. എംബറർ ലെഗസി 650ന്റെ വിശേഷങ്ങൾ മുൻപ് പറഞ്ഞതുകൊണ്ട് നമുക്കിനി യൂസഫ് അലിയുടെ അടുത്ത ജെറ്റ് വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വിദേശത്തെയും സ്വദേശത്തെയും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ വർദ്ധിച്ചു വന്നപ്പോഴാണ് കൂടുതൽ സൗകര്യങ്ങളും സവിശേഷതകളുമുള്ള ഗൾഫ് സ്ട്രീം G550 2014 ജൂലൈയിൽ യൂസഫ് അലി സ്വന്തമാക്കിയത്. ഈ വിമാനമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്ത പ്രൈവറ്റ് ജെറ്റ്. അമേരിക്കയിലെ വിർജീനിയയിലെ സാവന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജനറൽ ഡൈനാമിക്സ് ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് എന്ന കമ്പനിയാണ് ഗൾഫ് സ്ട്രീം G550 ബിസിനസ് ജെറ്റ് 2004 വിപണിയിൽ ഇറക്കിയത്. 2 പൈലറ്റുമാർക്കൊപ്പം 14 മുതൽ 19 യാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഗൾഫ് സ്ട്രീം G550 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2 റോൾസ് റോയ്സ് BR710C411 ടർബോ ഫാൻ എഞ്ചിനുകളുടെ കാര്യത്തിലാണ് ഗൾഫ് സ്ട്രീം G550 കുതിക്കുന്നത്. 29.39 മീറ്റർ നീളവും 7.87 മീറ്റർ വീതിയും 28.5 മീറ്റർ വിംഗ് സ്പാനുമുള്ള ഈ വിമാനത്തിന്റെ ഇന്ധന ശേഷി 18,733 കിലോഗ്രാമാണ്. മണിക്കൂറിൽ പരമാവധി 941 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ വിമാനത്തിന്റെ ശരാശരി വേഗം മണിക്കൂറിൽ 829 കിലോമീറ്ററാണ്. ഒറ്റ പറക്കലിൽ 12,500 കിലോമീറ്റർ താണ്ടാൻ ഗൾഫ് സ്ട്രീം G550 സാധിക്കും. 13 മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാനുള്ള ശേഷിയാണ് ഈ വിമാനത്തിനുള്ളത്. യൂസഫ് അലി ഏകദേശം 240-ലധികം രൂപ ചെലവഴിച്ചിട്ടാണ് ഗൾഫ് സ്ട്രീം G550 സ്വന്തമാക്കിയത്. 2021 ജൂലൈയിൽ ഈ മോഡൽ പുറത്തിറക്കുന്നത് ജനറൽ ഡൈനാമിക്സ് ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് അവസാനിപ്പിച്ചു. ഇന്ന് ഒരു പുതിയ ഗൾഫ് സ്ട്രീം G550 വാങ്ങണമെങ്കിൽ 480 കോടിയിലധികം രൂപ വേണ്ടിവരും. ഇറ്റാലിയൻ നിർമ്മാതാവ് ലിയനാർഡോ SPA അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് AW109 അല്ലെങ്കിൽ അഗസ്റ്റ A109 എന്ന പേരിൽ നിർമ്മിച്ച ഭാരം കുറഞ്ഞ ഇരട്ട എഞ്ചിൻ 8 സീറ്റുകളുള്ള മൾട്ടി പർപ്പസ് ഹെലികോപ്റ്ററാണ് 2019 യൂസഫ് അലി സ്വന്തമാക്കിയത്. ഇറ്റലിയിൽ നിർമ്മിക്കപ്പെട്ട ഹെലികോപ്റ്ററുകളിൽ ഏറ്റവും അധികം വിറ്റുപോയ ഹെലികോപ്റ്ററാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് AW109. 11.44 മീറ്റർ നീളവും 3.5 മീറ്റർ ഉയരമുള്ള ഈ ഹെലികോപ്റ്ററിൽ 2 പ്രാറ്റ് ആൻഡ് വിറ്റ്നി കാനഡ PW206C ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 311 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ഹെലികോപ്റ്ററിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 285 കിലോമീറ്ററാണ്. 46 കോടിയോളം രൂപയാണ് ഈ ഹെലികോപ്റ്ററിന്റെ വില. 2021 ഏപ്രിൽ 11 എറണാകുളത്തെ പനങ്ങാടിന് സമീപം മോശമായ കാലാവസ്ഥയും എഞ്ചിൻ തകരാറും മൂലം യൂസഫ് അലി യാത്ര ചെയ്ത ഈ ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡിംഗ് നടത്തിയത് വലിയ വാർത്തയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകളൊന്നും സംഭവിച്ചില്ല എങ്കിലും അതിനുശേഷം യൂസഫ് അലി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. മൂന്നാമതാളാണ് ജോയ് ആലുക്കാസ്. ജോയ് ആലുക്കാസ് ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന ISO സർട്ടിഫൈഡ് ഇന്ത്യൻ മൾട്ടിനാഷണൽ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ജോയ് ആലുക്കാസ് ആണ് പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങൾ സ്വന്തമാക്കിയ അടുത്ത മലയാളി ബിസിനസ്സുകാരൻ. 2007 ആദ്യമായിട്ട് ജോയ് ആലുക്കാസ് ഒരു വിമാനം സ്വന്തമാക്കിയത്. ജോയ് ആലുക്കാസിന്റെ വിമാന വിശേഷങ്ങൾ നമുക്ക് നോക്കാമല്ലേ. 2005 നിർമ്മിച്ച വാൽക്കനെയർ P68C എന്ന ചെറു വിമാനമാണ് ജോയ് ആലുക്കാസ് ആദ്യമായിട്ട് സ്വന്തമാക്കിയത്. ഇറ്റാലിയൻ കമ്പനിയായിട്ടുള്ള വാൽക്കനെയർ നിർമ്മിച്ച ഈ വിമാനം ചെറു യാത്രകൾക്കും അതുപോലെ തന്നെ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പൈലറ്റ് ഉൾപ്പെടെ 6 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ വിമാനം 2 ലൈക്കോമിംഗ് IO360 AIB6 എയർ കോൾഡ് ഹൊറിസോണ്ടലി ഓപ്പോസിറ്റ് എഞ്ചിനുകളുടെ കരുത്തിലാണ് പ്രവർത്തിക്കുന്നത്. 9.55 മീറ്റർ നീളവും 3.4 മീറ്റർ ഉയരവും 12 മീറ്റർ വിംഗ് സ്പാനും ഈ വിമാനത്തിന് 670 ലിറ്ററാണ് ഇന്ധനക്ഷമത. മണിക്കൂറിൽ 301 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ വിമാനത്തിന് ഒറ്റ പറക്കലിൽ 2043 കിലോമീറ്റർ താണ്ടാൻ പറ്റും. 2007 ജോയ് ആലുക്കാസ് വാങ്ങിയ ഈ വിമാനം വാങ്ങി 8 മാസത്തിന് ശേഷം ബാംഗ്ലൂരിൽ ഒരു തടാകത്തിൽ തകർന്നു വീഴുകയും അതിൽ യാത്ര ചെയ്തിരുന്ന 4 പൈലറ്റുമാർ മരിക്കുകയും ചെയ്തു. 2012 ജോയ് ജെറ്റ്സ് എന്ന പേരിൽ ആഡംബര എയർ ചാർട്ടർ ഹെലികോപ്റ്റർ സർവീസ് ജോയ് ആലുക്കാസ് ആരംഭിച്ചു. തുടക്കത്തിൽ ഇന്ത്യയിലുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലേക്കുള്ള എയർ ചാർട്ടർ സേവനങ്ങളും കൊച്ചിയിൽ ഹെലികോപ്റ്റർ ടൂറുകൾ നടത്താനുമായിരുന്നു ജോയ് ജെറ്റ്സിലൂടെ ജോയ് ആലുക്കാസ് തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ട് ജോയ് ആലുക്കാസ് സ്വന്തമാക്കിയ ആദ്യ വിമാനമാണ് എംബറർ ഫെനം 100. അടുത്തതായിട്ട് അദ്ദേഹം സ്വന്തമാക്കിയത് എംബറർ കമ്പനി തന്നെ നിർമ്മിച്ച എംബറർ ഫെനം 300 ആയിരുന്നു. ആ വിമാനത്തിന്റെ സവിശേഷതകൾ എന്താ നമുക്ക് നോക്കാം. 2013 ഡിസംബറിലാണ് ജോയ് ആലുക്കാസ് എംബറർ ഫെനം 300 എന്ന ജെറ്റ് സ്വന്തമാക്കിയത്. ജോയ് ജെറ്റ്സ് ഈ വിമാനം തെരഞ്ഞെടുത്തത് ഫെനം 100 പറത്താൻ അംഗീകാരമുള്ള പൈലറ്റുമാർക്ക് ഫെനം 300 പറത്താൻ പ്രത്യേക ആവശ്യമില്ല എന്നതുകൊണ്ടും ഫെനം 100നേക്കാൾ റേഞ്ച് കൂടുതലുള്ളത് കൊണ്ടുമാണ്.
ബ്രസീൽ നിർമ്മിതമായിട്ടുള്ള ഈ വിമാനത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 12 പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ബിസിനസ് ജെറ്റ് വിഭാഗത്തിലാണ് എംപറർ ഫെനം 300 ഉൾപ്പെടുന്നത്. 2 PW535E1 ടർബോ ഫാൻ എഞ്ചിനുകളുള്ള ഈ വിമാനത്തിന് 2428 കിലോഗ്രാമാണ് ഇന്ധനശേഷി. 15.9 മീറ്റർ നീളവും 5 മീറ്റർ ഉയരമുള്ള ഈ വിമാനത്തിന് 16.2 മീറ്റർ വിങ് സ്പാനാണ് ഉള്ളത്. ഒറ്റ പറക്കലിൽ 3743 കിലോമീറ്റർ ദൂരം താണ്ടുവാൻ ശേഷിയുള്ള ഈ വിമാനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 859 കിലോമീറ്ററാണ്. ഈ പ്രൈവറ്റ് ജെറ്റുകൾ കൂടാതെ 6 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ബെൽ ഹെലികോപ്റ്ററും ജോയി അൽക്കാസിന് സ്വന്തമാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി രവി പിള്ള. ദുബായ് ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ കോടീശ്വരനായിട്ടുള്ള വ്യവസായിയും RP ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ബി രവി പിള്ള. ലോകത്താകെ 1500 എണ്ണം മാത്രമുള്ള ആഡംബര ഹെലികോപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള എയർബസ് H145 സ്വന്തമാക്കിയ മലയാളിയാണ് അദ്ദേഹം. ഏകദേശം 100 കോടിയിലധികം രൂപ മുടക്കി എയർബസ് H145 രവിപിള്ള വാങ്ങിയത്. അതുപോലെ തന്നെ എയർബസ് നിർമ്മിച്ച ഹെലികോപ്റ്റർ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരനുമാണ് അദ്ദേഹം. ഇനി നമുക്ക് എയർബസ് H145ന്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എയർബസ് H145 ഹെലികോപ്റ്ററിൽ പൈലറ്റിനെ കൂടാതെ 7 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. കടൽ നിരപ്പിൽ നിന്ന് 20,000 അടി ഉയരത്തിൽ പോലും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന ഈ ഹെലികോപ്റ്ററിന് 680 കിലോമീറ്റർ ദൂരം ഒറ്റ പറക്കലിൽ താണ്ടാൻ പറ്റും. അപകടമുണ്ടായാൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന എനർജി അബ്സോർബിംഗ് സീറ്റുകൾ ഈ ഹെലികോപ്റ്ററിലെ പ്രധാന സവിശേഷതയാണ്. മണിക്കൂറിൽ 268 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ എയർബസ് H145 സാധിക്കും. 2 സഫ്രാൻ ഹെലികോപ്റ്റർ ഏരിയൽ 2E എഞ്ചിനുകളാണ് എയർബസ് H145 കരുത്തേകുന്നത്. 722 കിലോഗ്രാമാണ് ഈ ആഡംബര ഹെലികോപ്റ്ററിന്റെ ഇന്ധനശേഷി.